ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു എൻ്റെ മേത്ത് തൊടരുതേ എന്ന് പറഞ്ഞു, എൻ്റെ ശരീരത്തിൽ തൊടല്ലേ മമ്മി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്താ കാര്യം, എന്തോ മോനെ, എന്നെ ഒത്തിരി അടിച്ചെന്ന് പറഞ്ഞു. അവൻ കിടന്നിട്ട് കിടക്കാൻ വയ്യ, അവന് ഇരിക്കാൻ വയ്യ, അവൻ രാത്രിയിൽ ഞെട്ടി ഉണരുക. ഞങ്ങളുടെ സാന്നിധ്യത്തിലല്ല മോനെ ചോദ്യം ചെയ്തതും, ഞങ്ങൾ വെളിയിലിരിക്കുമായിരുന്നു, എൻ്റെ മോനെ കണ്ടിട്ട് പോലും ഇല്ല. ഞങ്ങൾ കൊണ്ടുപോകുമ്പോഴേ പറഞ്ഞു സാറേ ഉപദ്രവിക്കരുത്. അപ്പം മോനും പറയുന്നുണ്ട് ശസ്ത്രക്രിയ കഴിഞ്ഞിട്ട് വിശ്രമവേളയാണ്, ഇപ്പോഴും മെഡിസിനൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന മോനെ, ഇല്ല ഞങ്ങളൊന്നും ചെയ്യത്തില്ലെന്നും പറഞ്ഞാൽ കൊണ്ടുപോകുന്നത്. ആ ഒരു വിശ്വാസത്തിലാണ് ഞങ്ങൾ ഇരുന്നത്. സഹപാഠികൾ തന്നെ പീഡിപ്പിച്ചു എന്ന 13-കാരിയുടെ വ്യാജ പരാതിയിൽ പത്തനംതിട്ടയിൽ ഒരു 20-കാരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. കസ്റ്റഡിയിൽ തനിക്ക് ക്രൂരമർദ്ദനം ഏൽക്കേണ്ടി വന്നതായി 20-കാരൻ തുറന്ന് പറഞ്ഞിരുന്നു. ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് ഇത് സംബന്ധിച്ച് പരാതിയും 20-കാരൻ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ 20-കാരൻ്റെ മാതാവ് നമ്മോടൊപ്പം ചേരുകയാണ്. അന്ന് എന്താണ് സംഭവിച്ചത്? പോലീസ് വീട്ടിലേക്ക് വന്നു. ഒരു 8:15 ആയി. ആ സമയത്ത് ഇതേപോലെ വന്ന്, പോലീസാണെന്നറിയത്തില്ല, സിവിൽ ഡ്രസ്സിൽ വന്ന് 2 പേര് വന്ന്, ഒരാൾ ഇതിനകത്ത് കയറിയിട്ട് മകൻ്റെ ഫോൺ എന്ത് ചെയ്യാൻ ചോദിച്ചു. കുത്തിയിട്ടേക്കുന്നെന്ന് പറഞ്ഞു. 2 ഫോണുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, ഒറ്റ ഫോണേ ഉള്ളെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് എന്തോ ഡൗട്ട് തോന്നി, ഇതാരാ ഇങ്ങനെ, അറിയത്തില്ലല്ലോ. അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ ആരാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു പോലീസിൽ നിന്നാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതെന്തുവാ, പോലീസുകാർ ഇവിടെ എന്തോ സാറേ എന്ന് ചോദിച്ചു. അത് മകൻ്റെ പേരിൽ ഒരു കംപ്ലയിൻറ്റ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്ത് കംപ്ലയിൻറ്റ്? അപ്പോഴത്തേനും ഇവർ ഫോൺ എടുത്തുകൊണ്ട് അങ്ങ് മേളിപ്പോയി. അവിടെ ചെന്ന് അപ്പം ഞങ്ങൾ ഇറങ്ങി നോക്കിയപ്പോൾ അവിടെ കാറ് കിടക്കുന്നു. അവിടെ എൻ്റെ മകനും ഉണ്ട്, എൻ്റെ ഭർത്താവുണ്ട്, എൻ്റെ മൂത്ത മകനും ഉണ്ട്. പോലീസ് ജീപ്പിലല്ല അവർ ഇവിടേക്ക് വന്നത്, വീട്ടിലേക്ക് പോലീസ് വാഹനമാണ്. അപ്പം ഞങ്ങൾ ഓടി അവിടെ ചെന്നപ്പോഴത്തെ മോനെ പിടിച്ച് വെച്ചേക്കുക. മോനെ പിടിച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഞാനപ്പോൾ ചോദിച്ചു സാറേ എന്തോ കാര്യം? അത് കാര്യം പറയാൻ പറ്റത്തില്ല, അത് ഞങ്ങളിപ്പോൾ ഒന്നും പറയാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അല്ലല്ലോ, ഒരു വീട്ടിൽ കയറി വന്ന് മോനെ പിടിച്ചുകൊണ്ട് പോകുമ്പം മാതാപിതാക്കളാക്കെ ഞങ്ങൾക്ക് അവകാശമുണ്ട്, ഇതെന്തിനാ കൊണ്ടുപോകുന്നതെന്നുള്ളത് അറിയണ്ടേ. ഞങ്ങളെല്ലാം കരയുക. എൻ്റെ അമ്മ അപ്പം തന്നെ വിറയ്ക്കാൻ തുടങ്ങി. അമ്മയ്ക്ക് അറ്റാക്ക് വന്ന ഒരാളമ്മ. അപ്പോഴത്തേന് സാറുമാർ പറയത്തില്ല എന്തിനാണെന്ന് പോലും, ഒരു പെറ്റി കേസ് പോലും എൻ്റെ കുഞ്ഞിൻ്റെ പേരിലില്ല. അപ്പോൾ പറയാതെ മൂത്ത മോനെയും കയറ്റി എൻ്റെ ഇളയ മോനെയും കയറ്റി വണ്ടി വിട്ടുപോയി. എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ അന്നേരം ആവുന്ന പറഞ്ഞ് അതൊരു വാഗണർ കാറായിരുന്നു, പോലീസ് ജീപ്പല്ല അല്ലേ? കാറ്. അപ്പോഴത്തെ കൊണ്ടുപോയി. ഉടൻ തന്നെ ഞാനും എൻ്റെ ഭർത്താവും താഴെ ചെന്ന് ഓട്ടോ വിളിച്ച് കൂടുതൽ സ്റ്റേഷനിൽ ചെന്നപ്പോൾ എൻ്റെ ഇളയ മോനെ കണ്ടില്ല, മൂത്ത മോൻ അവിടെ നിൽപ്പുണ്ട്. ഞാൻ ചോദിച്ചു എന്തുവാ മോനെ പ്രശ്നം എന്തുവാ? അവനും അറിയത്തില്ല, അവനോട് ഒന്നും അതുവരെ പറഞ്ഞിട്ടില്ല. ഞങ്ങളവിടെ കുറേ നേരം ഇരുന്നിട്ട് ആരോടാ ചോദിക്കുന്ന, ഒരൊറ്റ പോലീസുകാർ വന്നിട്ടില്ല. ഇറങ്ങി വന്ന് ഞങ്ങളോട് അല്ല ഇന്ന കാര്യമാണ്, അല്ലെങ്കിൽ ഇന്ന ഒരു വിഷയത്തിന് ഒരു സംശയാസ്പദമായി കൊണ്ടുവന്നതാ എന്നൊന്നും പറഞ്ഞിട്ടില്ല. എൻ്റെ മോനെ കാണുന്നുമില്ല. രാവിലെ ഉച്ചയ്ക്ക് പോലും മോനൊന്നും കഴിക്കാതെ ഇവിടെ കിടന്നുറങ്ങിയ. തലേ ദിവസം ഇവിടെ ചെറിയൊരു സ്ഥാപനത്തിൽ ജോലിക്ക് പോകുന്നുണ്ട്, നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. അപ്പം വന്ന് കിടന്നുറങ്ങിയത് കൊണ്ട് ഒന്നും കഴിച്ചതുമില്ല. രാത്രി 1 മണിയായിട്ടും എൻ്റെ കുഞ്ഞൊന്നും കഴിച്ചിട്ടില്ല. ഞങ്ങൾ എന്നിട്ട് ഒരു പോലീസുകാരൻ പോലും ഇറങ്ങി വന്നൊന്നും ചോദിക്കുന്നില്ല. ഞങ്ങൾ അങ്ങോട്ട് ചോദിക്കാനും ഭയം. ഞങ്ങൾ ആദ്യമായിട്ടാണ് പോലീസ് സ്റ്റേഷനിലെ മുറ്റത്ത് കാല് കുത്തുന്നത്. അവസാനം കുറേ കഴിഞ്ഞ് അർദ്ധരാത്രി ആയപ്പോഴത്തെ സമയം ഞാൻ ഓർക്കുന്നില്ല, ഞങ്ങൾ അവിടെ ഇരുന്ന് കരയുക. അപ്പോഴത്തേനും 2 കുഞ്ഞുങ്ങളെ, വേറൊരു മോനും ഉണ്ട്, ഈ വണ്ടിയെ കയറ്റി പത്തനാപുരം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ അന്ന് എൻ്റെ മോൻ അറിഞ്ഞത്, മൂത്ത മോൻ പറഞ്ഞിട്ട് മെഡിക്കൽ എടുക്കാൻ ഇതിന് ചെക്കപ്പ് ചെയ്യാൻ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് മുറ്റത്തിറങ്ങിയപ്പോഴത്തെ എൻ്റെ മോന് മമ്മി ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എനിക്ക് എന്തുവാന്ന് പോലും അറിയത്തില്ല, ഇതെന്തുവാന്ന് എനിക്കറിയത്തില്ലെന്ന് പറഞ്ഞ നിമിഷം കൊണ്ട് പോലീസുകാർ പിടിച്ച് കെട്ടിക്കൊണ്ട് പോയി. അല്ലെ എന്തുവാന്ന് ചോദിക്കാനോ അല്ലെങ്കിൽ പോലീസുകാരെ ഒരു മറുപടി പറഞ്ഞിട്ടില്ല. അതുവരെ ഞങ്ങൾക്ക് അറിയത്തില്ല എന്തുവാണെന്നുള്ളത്. അവസാന ഘട്ടത്തിൽ രാത്രി 2 മണിയായി. സർക്കിൾ സാറുണ്ടായിരുന്നു. സാറ് വന്നിട്ട്, അപ്പോൾ സാറ് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ഞങ്ങളെ വിളിപ്പിച്ചിട്ട് ഞങ്ങൾ ചോദിച്ചു എന്തുവാ സാറേ കാര്യം എന്തുവാന്ന് പറ, ഇതുവരെ നിങ്ങൾ ആരും കാര്യങ്ങൾ പറയുന്നില്ലല്ലോ. അപ്പോൾ പറഞ്ഞു പീഡന കേസാന്ന് പറഞ്ഞു. അപ്പോഴേ ഞങ്ങൾ ചത്തു. പീഡന കേസെന്ന് പറഞ്ഞാൽ പോക്സോ കേസാന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ചോദിച്ചാൽ ആരാ എന്തുവാ, പെൺകുട്ടിയെ അറിയത്തില്ല, പെൺകുട്ടിയെ ഏതാണെന്ന് അറിയത്തില്ല, ഇത് പേരാര് കൊടുത്തെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അപ്പോൾ പറഞ്ഞ് നിങ്ങളൊരു കാര്യം ചെയ്യ്, നാളെ ഉച്ച ഒരു 2 മണി 12:30 ആകുമ്പോൾ നിങ്ങൾക്ക് വന്നിട്ട് ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കും. അപ്പോഴത്തേന് നാനാ ഭാഗത്തു നിന്നും വണ്ടികളും പോലീസുകാരും സാറുമാരും എല്ലാം വന്ന് ഇതിനകത്ത് എന്തുവാ നടക്കുന്നതെന്ന് ഒരു പിടിയും നമുക്കില്ല.
നമ്മളിപ്പുറത്ത് ആ വരാന്തയിൽ കസേരയിൽ ഇങ്ങനെ തന്നെ ഇരിക്കുകയാണ്. മോനെ ഒന്ന് കാണിക്കുന്നില്ല. എനിക്കെൻ്റെ മോനെ ഒന്ന് കണ്ടാൽ മതി, കാണിക്കുന്നില്ല. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കൊണ്ടുപോയി അങ്ങനെ ഒന്ന് കണ്ടതേ ഉള്ളൂ. അപ്പം ഞങ്ങൾ സർക്കിളിനോട് പറഞ്ഞു, എൻ്റെ കുഞ്ഞൊന്നും കഴിച്ചിട്ടില്ല, ഇതുവരെ ഒന്നും കഴിച്ചില്ലയോ എന്ന് ചോദിച്ചു. ഇല്ല, ഒന്നും കഴിച്ചിട്ടില്ല. രാത്രി 2 മണിയായി ആ സമയം. അപ്പോൾ പറഞ്ഞ് എന്നാൽ ഞങ്ങൾ പിന്നെ എൻ്റെ മോനാ പിന്നെ പോയി പത്തനംതിട്ട ഇവിടുന്ന് പോയി 10 രൂപ ഏതാണ്ട് മേടിച്ചിട്ട് കൊടുത്ത് കഴിച്ചോ ഇല്ലയെന്നൊന്നും ഞങ്ങൾക്കറിയത്തില്ല. 2:30 വരെ അവിടെ ഇരുന്നിട്ട് രാത്രി വീട്ടിൽ വന്ന് നേരം വിളിപ്പിച്ച് പിറ്റേന്ന് രാവിലെ പോയി. സമാധാനമില്ല. എൻ്റെ കുഞ്ഞവിടെ എന്ത് ചെയ്യുന്നു, പോക്സോ എന്ന് പറഞ്ഞ് കേട്ടിട്ടുള്ളതേ ഉള്ളൂ. ആ സാറും പറഞ്ഞു 20 വർഷത്തെ തടവൊക്കെ അന്നൊക്കെ പറഞ്ഞു. പിറ്റേന്ന് ചെന്നിട്ടും കുഞ്ഞിനെ കാണിച്ചിട്ടില്ല. അവർ ചാനലിൽ പറയുന്ന കേട്ടു മാതാപിതാക്കളുടെ സാന്നിധ്യത്തിലാണ് കുഞ്ഞിനെ ചോദ്യം ചെയ്തതെന്ന്. ഒരിക്കലുമല്ല, ഞങ്ങളുടെ സാന്നിധ്യത്തിലല്ല മോനെ ചോദ്യം ചെയ്തതും. ഞങ്ങൾ വെളിയിലിരിക്കുമായിരുന്നു, എൻ്റെ മോനെ കണ്ടിട്ട് പോലുമില്ല ഞങ്ങൾ. പിറ്റേന്ന് ഇതെല്ലാം വരുന്നു, ആൾക്കാർ വരുന്നു പോകുന്നു, ഇത് മാത്രമേ ഞങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് വരാറായപ്പോഴാണ് ഞങ്ങളെ വിളിപ്പിച്ച സാറ്. മകൻ ഹൃദയ ശസ്ത്രക്രിയ കഴിഞ്ഞ ആളാണെന്ന് പോലീസിനെ അമ്മ അറിയിച്ചോ? ഇവിടെ വെച്ചേ അറിയിച്ചു. കൊണ്ടുപോകുമ്പോഴേ പറഞ്ഞു സാറെ ഉപദ്രവിക്കരുത്. കാരണം നമ്മളിപ്പോൾ നമ്മൾ കണ്ടുവരുന്നത് പിടിക്കുമ്പോൾ അവർ സത്യമാണോ പിന്നെ കള്ളമാണോ എന്ന് അറിയാതെ അടിക്കും. നല്ല പീഡനം കൊടുക്കുന്നുണ്ട്. നമ്മൾ കാണുന്ന മാധ്യമങ്ങൾ വഴിയായിട്ട് കാണുന്നതാണ് പോലീസുകാരുടെ പീഡനങ്ങൾ. അപ്പം ഞങ്ങൾ അന്നേരം പറഞ്ഞു, ഈ മോനും കൂടെ ചെന്നല്ലോ, അപ്പോൾ മോനും പറയുന്നുണ്ട് ശസ്ത്രക്രിയ കഴിഞ്ഞിട്ട് വിശ്രമവേളയാണ്, ഇപ്പോഴും മെഡിസിനൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന മോനാ. സാറേ ഒന്നും ചെയ്യല്ലേ? ഇല്ല, ഞങ്ങളൊന്നും ചെയ്യത്തില്ലെന്നും പറഞ്ഞാൽ കൊണ്ടുപോകുന്നത്. ആ ഒരു വിശ്വാസത്തിലാണ് ഞങ്ങൾ ഇരുന്നത്. പിറ്റേന്ന് ഇത് വിട്ടയക്കുമ്പോൾ പോലും കേസൊന്നുമില്ല, കേസ് കള്ളവാന്ന് തെളിഞ്ഞ്, അതുകൊണ്ട് നിങ്ങളുടെ മകനെ കൊണ്ടുപോകാം, FIR ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു, കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. പിന്നീട് എപ്പോഴാണ് മകൻ ഇങ്ങനെ തനിക്ക് മർദ്ദനമേറ്റു എന്ന് അമ്മയുടെ അടുത്ത് എപ്പോഴാണ് പറഞ്ഞത്? എന്നിട്ട് ഞങ്ങൾ സന്തോഷിച്ച് എൻ്റെ മോനെ വെറുതെ വിട്ടല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ ഇവിടെ വന്ന് ഞാൻ മോനെ കെട്ടിപ്പിടിക്കാൻ ചെന്നു. എൻ്റെ പൊന്നുമോനെ ഇന്നലെ എന്തുവായിരുന്നടാ എന്ന് പറഞ്ഞ് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു എൻ്റെ മേത്ത് തൊടരുതേ എന്ന് പറഞ്ഞ്, എൻ്റെ ശരീരത്തിൽ തൊടല്ലേ മമ്മി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്താ കാര്യം, എന്തുവാ മോനെ, എന്നെ ഒത്തിരി അടിച്ചെന്ന് പറഞ്ഞ്. അപ്പം അത്രയും രാത്രിയായി. പിന്നെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവൻ കിടക്കാൻ വയ്യ, അവന് ഇരിക്കാൻ വയ്യ. അവൻ രാത്രിയിൽ ഞെട്ടി ഉണരുക. ഇന്നലെ രാവിലെ ആയപ്പോഴത്തേക്ക് ഒട്ടും വയ്യാതായി, കാല് നിലത്ത് കുത്താൻ വയ്യ. അപ്പം തന്നെ അവൻ കാണിച്ചു, കാലിൻ്റെ വെള്ളയെല്ലാം നീര് പിടിച്ച്. അന്നേരം പറഞ്ഞു ലാത്തി കൊണ്ട് ഒത്തിരി അടിച്ച്. ഞങ്ങൾ ചോദിച്ചാൽ എത്ര പേരടിച്ച്? അതൊന്നും എനിക്കറിയത്തില്ല, എനിക്ക് കുറച്ചടിച്ചപ്പോഴേ എൻ്റെ ബോധം പോയി. എനിക്ക് പിന്നെ സുബോധമില്ലായിരുന്നു. പിന്നെ അപ്പം തന്നെ എഴുന്നേപ്പിച്ച് നിർത്തിച്ച് പറഞ്ഞതാ, എൻ്റെ മോൻ എന്നോട് പറഞ്ഞതാ, എഴുന്നേപ്പിച്ച് നിർത്തിയിട്ട് അവന് നിൽക്കാൻ വയ്യ. അപ്പോഴും പിന്നെ ചെന്ന് മുടി കീപ്പോട്ട് കുനിച്ച് നിർത്തി എന്ന് പറഞ്ഞു. അപ്പോഴത്തേനും അവന് പുറത്തും നെഞ്ചത്തെല്ലാം വേദനയായിരുന്നു എന്ന് പറഞ്ഞു. കുനിച്ച് നിർത്തി മുടി പിടിച്ച് അവനിങ്ങനെ നോക്കിയപ്പോൾ ഒരു കുത്തുമുടി അവൻ്റെ കയ്യിൽ. എന്നിട്ട് അപ്പോൾ അവൻ്റെ കാലിൻ്റെ പുറത്ത് നല്ല നീരും ചോരമയവും. അപ്പോൾ ഇതെന്തുവാന്ന് ചോദിച്ചാൽ പറഞ്ഞ് ഷൂ ഇട്ട് ഇങ്ങനെ ചവിട്ടി ഞെരുക്കി പോയെന്ന് പറഞ്ഞ്. അങ്ങനെ എൻ്റെ കുഞ്ഞ് ഒത്തിരി പീഡ അതിനകത്ത് അനുഭവിച്ചത് ഞങ്ങൾ അറിഞ്ഞില്ല. ഈ ശസ്ത്രക്രിയ നടത്തിയതിൻ്റെ പാടുണ്ടല്ലോ, മകൻ്റെ നെഞ്ചിലാ പാടുണ്ട്. പോലീസുകാർ അതൊന്നും ശ്രദ്ധിച്ചില്ല, അല്ലെങ്കിൽ അത് കണ്ടിട്ടും അവർ മർദ്ദിച്ചു എന്നാണ് പറയുന്നത്. സർക്കിളിനോട് ഞങ്ങൾ പറഞ്ഞപ്പം രാത്രി ഞങ്ങൾ പറഞ്ഞു സാറേ അവന് വയ്യാത്തതാ, അവന് പിന്നെ ഇതുപോലെ ശസ്ത്രക്രിയക്ക് വിധേയനായതാ, അതുകൊണ്ട് സാറേ ഉപദ്രവിക്കല്ലെന്ന് പറയണേന്ന് പറഞ്ഞു. അത് ഞങ്ങൾ കണ്ടെന്ന് പറഞ്ഞു, ആ പാട് ഞങ്ങൾ കണ്ടെന്ന് സർക്കിൾ പറഞ്ഞു. അപ്പോൾ ഇത് കാണാഞ്ഞല്ലോ. എന്നിട്ടും കാൽവെള്ളയിൽ ഈ ലാത്തി കൊണ്ട് അടിച്ചു, ചെവിയിൽ പിടിച്ചു ഉയർത്തി മർദ്ദിച്ചു, മുടി പിടിച്ചു പിഴുതു, കാലിൻ്റെ പിന്നെ മണ്ടയിൽ ഷൂ ഇട്ട് ചവിട്ടി തിരുമ്മിക്കളഞ്ഞ്. അപ്പം ഇത്രയൊക്കെ ചെയ്തിട്ടും നമ്മളിതൊന്നും അറിയുന്നില്ല. ഇന്നലെ അവർ പറയുന്ന കേട്ടു മാതാപിതാക്കളുടെ സാന്നിധ്യത്തിൽ ഇതൊക്കെ ഈ ചോദ്യം ചെയ്തതെന്ന്. പക്ഷെ ഒരിക്കലുമല്ല. ഞങ്ങൾ കാണുന്നത് എൻ്റെ കുഞ്ഞിന് മുഖാമുഖം സംസാരിക്കുന്നത് 2ാമത്തെ ദിവസം ഒരു 3-4 മണിയായ സമയത്താണ്. അപ്പോഴാണ് എൻ്റെ മോനെ മുഖാമുഖം കാണുന്നതും ഞങ്ങൾ സംസാരിക്കുന്നതും. അപ്പം തന്നെ നല്ല മഴയാണ്. അപ്പം തന്നെ ഞങ്ങൾ എങ്ങനെയെങ്കിലും വീടെത്തിയാൽ മതി എന്ന് പറഞ്ഞ് ഞങ്ങൾ പെട്ടെന്ന് കുഞ്ഞിനെയും കൊണ്ട് ഇങ്ങനെ പോരുമായിരുന്നു. അവിടെ വെച്ചും പറയുന്നില്ല. എന്നിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് പറഞ്ഞു മോനെ ആ സർക്കിളിൻ്റെ മുമ്പിൽ വെച്ച് എന്തുകൊണ്ട് പറഞ്ഞില്ല, അത് പേടിച്ചിട്ടാന്ന് പറഞ്ഞ്.
പേടിച്ചിട്ടാമേ ഞാൻ ഇതൊന്നും പറയാത്തതെന്ന് പറഞ്ഞു. ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. ഇപ്പോൾ ഈ പെൺകുട്ടിയുടേത് വ്യാജ പരാതിയാണെന്ന് പോലീസിന് മനസ്സിലായി. ഇനിയിപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഒന്ന് പോലീസ് മർദ്ദനമുണ്ട്, രണ്ട് വ്യാജ പരാതിയാണ് നൽകിയത്. ഈ രണ്ട് കാര്യങ്ങളിൽ ഇനി സർക്കാർ ഏത് നടപടിയിലേക്ക് പോകണമെന്നാണ് അമ്മ ആഗ്രഹിക്കുന്നത്? എൻ്റെ ആഗ്രഹം ഒന്നാമത്തെ കാര്യം, എൻ്റെ മോൻ്റെ പേര് ഇതാര് കൊടുത്തെന്ന് ഞങ്ങൾക്ക് ഇന്നും അത് ഞങ്ങൾക്ക് വ്യക്തമല്ല. ഈ പെൺകുട്ടിയുമായിട്ട് ഇവന് ഒരു പരിചയവുമില്ല. അതിൻ്റെ ചേട്ടത്തി ഇതിൻ്റെ കൂടെ പഠിച്ചെന്നുള്ളതേ ഉള്ളൂ. പാടത്തുനിന്ന് ഞങ്ങൾ താമസം മാറിയിട്ട് 7 വർഷത്തോളമായി. പാടമായിട്ട് ഞാൻ പോകുന്നു വരുന്നു എന്നുള്ളതല്ലാതെ അതിൻ്റെ കൂടെ ഇവൻ്റെ ഫോൺ തെളിവാണ്. ഇവൻ്റെ എൻ്റെ മോൻ്റെ ഫോൺ കൊണ്ടുപോയി സർക്കിൾ തന്നെ പറഞ്ഞു അവൻ്റെ ഫോണിലൊന്നുമില്ല. ഒരു പെൺകുട്ടികളുടെ ഫോട്ടോ ഇല്ല, ഒരു പെൺകുട്ടികളുമായി ചാറ്റ് ചെയ്തിട്ടില്ല, ഒരു പെൺകുട്ടിയുടെ ഫോൺ നമ്പറില്ല. പെണ്ണുങ്ങളുടെ ഫോൺ നമ്പർ ഉണ്ടെന്ന് വെച്ചാൽ എൻ്റെ അമ്മച്ചിയുടെയും നമ്പരല്ലാതെ ഒറ്റ നമ്പറില്ല അവൻ്റെ കയ്യിൽ. അത് സർക്കിൾ പറയുകയും ചെയ്ത് ഇവൻ്റെ 20 വയസ്സുള്ള ഇവൻ്റെ ഫോണിൽ അങ്ങനെ ഒരു അനാവശ്യ ഒരു കാര്യങ്ങളും ഇല്ല. ഞങ്ങൾ വിജിലൻസ് എല്ലാം വന്ന് പരിശോധിച്ച കാര്യങ്ങളായതല്ല. എന്നിട്ട് എന്തുകൊണ്ട് ഇവനെ മർദ്ദിച്ചു? ഇത് സംശയാസ്പദമായിട്ട് പിടിക്കപ്പെട്ടതാണ് അല്ലയോ? അപ്പോഴത്തെ അല്ലെങ്കിൽ ആദ്യം ആ പെൺകുട്ടിയെ ചോദ്യം ചെയ്യണമായിരുന്നു. ആ പെൺകുട്ടിയെ കൊണ്ടുവന്ന് ഇവരെ ഐഡൻറ്റിഫൈ ചെയ്യണമായിരുന്നു. അല്ലെ പെൺകുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെക്കപ്പ് ചെയ്യണമായിരുന്നു. ഇതൊന്നും ചെയ്യാതെ കിട്ടിയ പാട് എൻ്റെ കുഞ്ഞിനെ മർദ്ദിച്ച് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ട് പറഞ്ഞിട്ട് എനിക്കല്ലേ നഷ്ടപ്പെട്ടു പോന്നേ അല്ലയോ? എന്ത് ചെയ്തേനെ? അതുകൊണ്ട് എനിക്ക് നീതി കിട്ടണം. എൻ്റെ മകൻ ഇവിടെ അടുത്തൊരു സ്ഥാപനത്തിൽ ജോലിക്ക് പോകുന്നത് നൈറ്റിലാണ് പോകുന്നത്. അവന് പറ്റത്തില്ല, അല്ലാതെ ഇവിടെ വെറുതെ ഇരിക്കണ്ടല്ലോ. ഞങ്ങളിത് വാടകയ്ക്കാണ് താമസിക്കുന്നത്. അപ്പോൾ അവന് പറ്റുന്നത് ഞാൻ ചെയ്യാം മമ്മി എന്നും പറഞ്ഞ് അവൻ പോയി നൈറ്റിൽ പോയി ചെയ്തിട്ട് വന്ന് വിശ്രമിക്കുമ്പോഴും ആ രാത്രിയിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇനി അവൻ്റെ ഭാവി എന്താണെന്ന് എനിക്കറിയത്തില്ല. ഇനി പീഡന കേസിൽ പ്രതി, പോക്സോ കേസിലെ പ്രതി എന്ന് പറഞ്ഞപ്പോൾ അവൻ വെളിയിലോട്ട് പോലും ഇറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. അവനിനി ആര് ജോലി കൊടുക്കും? 20 വയസ്സുണ്ട്. ഇങ്ങനെ ഞങ്ങൾ ഇനി എത്ര കാലമാണ്, എത്ര നാൾ? അതിൻ്റെ കൂടെ ഇപ്പോൾ ശാരീരികമായ ഒത്തിരി പീഡ അവൻ അനുഭവിച്ച് ഇനി അതിന് ഞങ്ങൾ വേറെ പൈസ ചിലവാക്കണം. ഇനി എൻ്റെ കുഞ്ഞിനെ നേരെ എങ്ങനെ ആക്കണം? എനിക്ക് എൻ്റെ കുഞ്ഞിന് നീതി കിട്ടണം. ഇനി ഒരു കുഞ്ഞുങ്ങൾക്കും ഇത് നമ്മൾ ഓരോ വാർത്തകൾ കാണുമ്പോൾ ഓരോ പ്രയാസങ്ങളുണ്ടാകുമ്പോൾ ഓരോ മാതാപിതാക്കൾ പറയുന്ന ഇതൊരു അവസാന വാക്കാ എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഞാനും അത് പറയുന്നു, വിശ്വസിക്കുന്നു. ഇനി ഇങ്ങനെ ഉണ്ടാവത്തില്ല. ഇത് ചെയ്യേണ്ട രീതിയിൽ പോലീസുകാർ ചെയ്തിരുന്നുവെങ്കിൽ എൻ്റെ കുഞ്ഞിന് ഈ ഒരു ഉപദ്രവം ഉണ്ടാവത്തില്ല. ഉപദ്രവം ഉണ്ടായതിലാണ് ഞങ്ങൾക്ക് വിഷമം. അല്ലാതെ കൊണ്ടുപോയി സംശയാസ്പദമായി ചോദ്യം ചെയ്യുന്നു, അത് സ്വാഭാവികം. പക്ഷെ കിട്ടിയ പാടെ ഇങ്ങനെ മർദ്ദിക്കുക, അതും കുഞ്ഞിന് വയ്യാത്ത കുഞ്ഞെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ മർദ്ദിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എവിടം കൊണ്ട് സഹിക്കും ഒന്ന് പറ. അവൻ്റെ പപ്പ കൂലിപ്പണിക്കാരന്, ഞാൻ ഈ വീട്ടിലിരിക്കുന്നത്, എൻ്റെ അച്ചാച്ചനുണ്ട്, അമ്മച്ചിയുണ്ട്. ഇവിടെ ഞങ്ങൾക്ക് മറ്റു വരുമാന മാർഗ്ഗമില്ല. ഞങ്ങളിവിടെ വാടകയ്ക്ക് താമസിക്കുന്നത്. അവന് പറ്റാവുന്ന ജോലി അവൻ ചെയ്തുകൊണ്ടിരുന്നേ. ഇനി അവിടെ കയറാൻ പറ്റുമോ? നമ്മൾ നിരപരാധിയാണെന്ന് തെളിയിച്ചാൽ പോലും ഇനി അങ്ങനെ ഒരു സാധ്യത എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുമോ? കുറ്റക്കാർക്കെതിരെ നടപടി വേണം, നീതി കിട്ടണം. കാര്യം ആ പെങ്കൊച്ചിൻ്റെ പേരിൽ എനിക്ക് നല്ല സങ്കടമുണ്ട്. ഇതെന്തിന് ചെയ്തെന്നുള്ളതും അത് ഞങ്ങൾ ഇന്ന് വരെ അറിഞ്ഞിട്ടില്ല. ഈ പേര് ഇവൻ്റെ പേര് ഈ പോലീസുകാർക്ക് എങ്ങനെ കിട്ടി? അല്ലെങ്കിൽ ഈ പെങ്കൊച്ച് എന്തിൻ്റെ പേരിൽ എൻ്റെ കുഞ്ഞിൻ്റെ പേര് സ്റ്റേഷനിൽ കൊടുത്തു? അത് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിഞ്ഞേ പറ്റൂ. ഇതുവരെ ഞങ്ങളോട് അത് പറഞ്ഞിട്ടുമില്ല. ഈ പേര് സ്കൂളിൽ നിന്ന് എടുത്തെന്ന് പറഞ്ഞു. അത് എന്തിൻ്റെ പേര്? മാങ്കോട് സ്കൂളിൽ പഠിച്ചിട്ട് വർഷം എത്ര കഴിഞ്ഞ്? 20 വയസ്സുണ്ട് അവന് പ്രായം. ഇതിനകത്ത് ദുരൂഹതയുണ്ട്. എന്തിനാ എൻ്റെ കുഞ്ഞിനെ ഇതിൽ ഉൾപ്പെടുത്തിയെന്ന് എനിക്കിന്നും അറിയത്തില്ല. അതുകൊണ്ട് എനിക്ക് അതിൽ നിന്ന് ഈ ഗവൺമെൻറ്റിൽ നിന്ന് അല്ലെങ്കിൽ മന്ത്രിയിൽ നിന്നും ഞങ്ങൾക്ക് നീതി കിട്ടണം. എൻ്റെ കുഞ്ഞ് സുരക്ഷിതമായിരിക്കണം. ഇപ്പം ഭയന്നു പോയി. ഇപ്പം പറയുന്നത് അമ്മേ എന്നെ ഇനി ഇങ്ങനെയൊക്കെ ചാനലിലും ഇതൊക്കെ സത്യാവസ്ഥ വിളിച്ച് പറഞ്ഞാൽ ഇനി പോലീസുകാർ വേറൊരു കേസിൽ ഉൾപ്പെടുത്തുമോ എന്നുള്ള ഭയം എൻ്റെ കുഞ്ഞിനുണ്ട്. കഴിക്കാൻ പറ്റുന്നില്ല, കുടിക്കാൻ പറ്റുന്നില്ല. ആ ഒരവസ്ഥയിൽ ഞാൻ ഇനി എന്ത് ചെയ്യും എനിക്കറിയത്തില്ല. ഏതായാലും തൻ്റെ മകന് പോലീസ് കസ്റ്റഡിയിൽ ക്രൂരമായിട്ടുള്ള മർദ്ദനമാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത്. ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് വിധേയമായ ആളാണ് മകനെന്ന് പറഞ്ഞിട്ട് പോലും പോലീസുകാർ മർദ്ദിച്ചു എന്നാണ് ഇപ്പോൾ 20-കാരൻ്റെ മാതാവ് പറയുന്നത്. ഒപ്പം കുറ്റക്കാർക്കെതിരെ കർശനമായിട്ടുള്ള നിയമ നടപടി വേണം എന്നും ഈ കുടുംബം ആവശ്യപ്പെടുന്നു. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.